ടു പുട്ട് എ സ്പോക്ക് ഇൻ വൺസ് വീൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടു പുട്ട് എ സ്പോക്ക് ഇൻ വൺസ് വീൽ. ടു പുട്ട് എ സ്പോക്ക് ഇൻ വൺസ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ത്വാട്ട്സ് ഓഫ് വൺസ് പ്ലാൻസ്. അതായത് മറ്റൊരാളുടെ ഒരു പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നതിന്, ഒരാളൊരു പ്ലാൻ ചെയ്തിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അതിനെ തടസ്സപ്പെടുത്തുക. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടങ്കോലിടുക. ഇടങ്കോലിടുന്നതിനെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രവർത്തനത്തെ നമ്മൾ പകുതിക്ക് വെച്ച് തടസ്സപ്പെടുത്തുന്നതിനെ ടു പുട്ട് എ സ്പോക്ക് ഇൻ വൺസ് വീൽ എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിച്ച് പറയാവുന്നതാണ്. അടുത്തത് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ഡൂയിങ് ഓർ സെയിങ് സംതിങ് ദാറ്റ് ഈസ് പ്രിസൈസ്ലി റൈറ്റ്. അതായത് തക്കതായ മറുപടി കൊടുക്കുക എന്ന് പറയുന്ന മലയാളം പ്രയോഗത്തിന് തുല്യമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് ഡൂയിങ് ഓർ സെയിങ് സംതിങ് ദാറ്റ് ഈസ് പ്രിസൈസ്ലി റൈറ്റ്. വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക, തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുക എന്നാണ് ഈ പറയുന്ന പ്രയോഗത്തിൻ്റെ മലയാളം അർത്ഥം എന്ന് പറയുന്നത്. അടുത്ത ഇഡിയം ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. എ ടാലൻറ്റ് ഫോർ സ്പീക്കിംഗ്. അതായത് സംസാരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നേടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കഴിവിനെ നമുക്ക് ദി ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് എന്ന് പറയാം. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള, സ്പീച്ച് നടത്താനുള്ള അല്ലെങ്കിൽ എലക്യൂഷൻ നടത്താനുള്ള വാക് സാമർഥ്യത്തിനുള്ള കഴിവിനെയാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറയുന്നത്. വാക് സാമർഥ്യത്തിനുള്ള കഴിവാണ് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. ഗാൽ ആൻഡ് വാംവുഡ്. ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഇഡിയമാണ്. ഗാൽ ആൻഡ് വാംവുഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫീലിങ്സ് ഓഫ് ബിറ്റർനെസ് ആൻഡ് റിസൻമെൻറ്റ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഗ്രിബിൾ ആയിട്ടുള്ള, അതായത് അരോചകമായിട്ടുള്ള സംഗതികളെ സൂചിപ്പിക്കാനാണ് ഗാൽ ആൻഡ് വാംവുഡ് എന്ന് പറയുന്നത്. ഗാൽ ആൻഡ് വാംവുഡ്. ഓക്കെ, അരോചകമായിട്ട്. ഈ വാംവുഡ് എന്ന് പറഞ്ഞാൽ വളരെ കയ്പുള്ള ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ അരോചകമായ എന്ന മലയാളത്തിൽ നമ്മൾ പറയുന്ന പ്രയോഗത്തിന് തുല്യമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഗാൽ ആൻഡ് വാംവുഡ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഫീലിങ്സ് ഓഫ് ബിറ്റർനെസ്. ഓക്കെ, ഒരു ബിറ്റർനെസ്, അരോചകമായിട്ടുള്ള, കയ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ അരോചകമായിട്ടുള്ള, ആൻഡ് റിസൻമെൻറ്റ്. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത അരോചകമായിട്ടുള്ള സംഗതികളെ ഗാൽ ആൻഡ് വാംവുഡ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഇഡിയത്തിലേക്ക് പോകാം. ബാഡ് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുത, ബിറ്റർനെസ്, ശത്രുത, വൈരം എന്നൊക്കെയാണ് അർത്ഥം. ബാഡ് ബ്ലഡ്, ശത്രുത അല്ലെങ്കിൽ വൈരം. അടുത്ത സ്മെൽ എ റാറ്റ്. സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞിട്ട് സെൻസ് എ ഡേഞ്ചർ. സെൻസ് എ ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. എന്തെങ്കിലും അപകടം മണക്കുന്നതിന് നമ്മൾ മലയാളത്തിൽ പറയും അപകടം മണക്കുന്നു എന്ന് പറയും. എന്തോ ചീഞ്ഞു നാറുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അപകടം മണക്കുന്നതിനെ നമുക്ക് സ്മെൽ എ റാറ്റ് എന്ന് പറയുന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. മാൻ ഓഫ് സ്ട്രോ, someone who has a weak character. മാൻ ഓഫ് സ്ട്രോ എന്ന് പറയുന്നത്, സ്ട്രോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈക്കോലാണ്. ചില വ്യക്തികൾ വൈക്കോൽ പോലെയാണ്. ഒന്നിനും കൊള്ളാത്ത ചില വൈക്കോൽ പ്രതിമ പോലെയുള്ള ചില ആളുകളുണ്ടാവും. അങ്ങനെ ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ വൈക്കോൽ പ്രതിമ പോലെയുള്ളവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മാൻ ഓഫ് സ്ട്രോ. ഒന്നിനും കൊള്ളാത്തവൻ, someone who has a weak character. അപ്പോൾ മാൻ ഓഫ് സ്ട്രോ, ഒന്നിനും കൊള്ളാത്തവൻ. ഇൻ ഫുൾ സ്വിങ്. ഇൻ ഫുൾ സ്വിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. വെരി ആക്റ്റീവ്ലി, വളരെ ഊർജിതമായി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇൻ ഫുൾ സ്വിങ് എന്ന് പറയുന്നത്. അടുത്ത ഇഡിയം ബ്ലഡ് റൺ കോൾഡ്. ഇത് ശ്രദ്ധിക്കണം. ഒരാളുടെ ബ്ലഡ് റൺസ് കോൾഡ് അല്ലെങ്കിൽ റാൻ കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈറ്റൻഡ് അല്ലെങ്കിൽ വാസ് ഹൊറിഫൈഡ്. ബ്ലഡ് റാൻ കോൾഡ്, ബ്ലഡ് റൺസ് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയചകിതനാവുക. ബ്ലഡ് റൺസ് കോൾഡ്, ബ്ലഡ് റൺസ് കോൾഡ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ ബ്ലഡ് എന്താ പറയുക, തണുപ്പാകുന്നു അല്ലെങ്കിൽ റൺസ് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയചകിതനാവുക എന്നാണ്. ഇവിടെ ബ്ലഡ് റാൻ കോൾഡ് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രൈറ്റൻഡ്, ഭയചകിതനായ. ബ്ലഡ് റാൻ കോൾഡ്, ഭയചകിതനായ, അത് പേടിച്ച് അരണ്ടുപോയ. അടുത്തത് എ ബോൺ ഓഫ് കണ്ടൻഷൻ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. എ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, തർക്ക വിഷയം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് എ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്ന ഈ ഇഡിയം. പ്രത്യേകം നോട്ട് ചെയ്യുക. ഫെദറിങ് ഔട്ട് നെസ്റ്റ്. ഫെദറിങ് ഔട്ട് നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് മണി അൺഫെയർലി. അതായത് ശരിയായ രീതിയിലല്ലാതെ പണം സമ്പാദിക്കുന്ന ആളുകളെ നമുക്ക് അദ്ദേഹം ഫെദറിങ് ഔട്ട് നെസ്റ്റ് ആണ്, അതായത് സ്വയം കൂടുണ്ടാക്കുകയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹം അനധികൃതമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാതെ പണം സമ്പാദിക്കുന്നു എന്ന ആണ് അതിൻ്റെ അർത്ഥം. ഇനി അതല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുക എന്ന അർത്ഥത്തിലും ഈ ഫെദറിങ് ഔട്ട് നെസ്റ്റ് എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അവൻ അവൻ്റെ സ്വന്തം കാര്യം നോക്കുകയാണ്, അതായത് സ്വാർത്ഥമായ ചിന്താഗതിയോട് കൂടിയിട്ട് അവൻ സ്വയം സമ്പാദിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം ഹീസ് ഫെദറിങ് ഹിസ് ഔൺ നെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫെദറിങ് ഔൺ നെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് മണി അൺഫെയർലി. റെഡ് ഹാൻഡഡ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഇഡിയമാണ്.
മലയാളത്തിൽ വ്യക്തമായിട്ട് കയ്യോടെ, അതായത് ഒരു കള്ളനെ പിടികൂടുമ്പോൾ നമ്മൾ പറയും കയ്യോടെ പിടികൂടി. അപ്പോൾ അദ്ദേഹം ഹി വാസ് കോട്ട് റെഡ് ഹാൻഡഡ്. അപ്പോൾ ക്യാച്ച് റെഡ് ഹാൻഡഡ്, കോട്ട് റെഡ് ഹാൻഡഡ്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ ഒരു കുറ്റം ചെയ്യുമ്പോൾ, അതായത് ടു ഫൈൻഡ് സം വൺ ഇൻ ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് ഇല്ലീഗൽ. എന്തെങ്കിലും ഇല്ലീഗലായിട്ടൊരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കയ്യോടെ പിടികൂടുമ്പോൾ നമുക്ക് പറയാം അദ്ദേഹം പിടികൂടിയത് റെഡ് ഹാൻഡഡ് ആണ്. ഹി വാസ് കോട്ട് റെഡ് ഹാൻഡഡ്. അപ്പോൾ കൈയോടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റെഡ് ഹാൻഡഡ്. ബ്ലോയിങ് ഹിസ് ഔൺ ട്രംപറ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബ്ലോയിങ് ഹിസ് ഔൺ ട്രംപറ്റ്, അതായത് സ്വയം പൊക്കി പറയുന്നതിന്, പ്രൈസിങ് ഹിംസെൽഫ്, സ്വയം പൊക്കി പറയുന്നതിനെ, പൊങ്ങച്ചം പറയുന്നതിനെ നമുക്ക് ബ്ലോയിങ് ഹിസ് ഔൺ ട്രംപറ്റ് എന്ന് പറയാൻ പറ്റും. അടുത്തത് ഹാങ് ഓൺ വൺസ് ലിപ്സ്. ഹാങ് ഓൺ വൺസ് ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ ഈഗേർലി ഓഫ് വൺസ് വേർഡ്സ്. ഒരാൾ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിന് നമുക്ക് ഹാങ്സ് ഓൺ വൺസ് ലിപ്സ് അല്ലെങ്കിൽ ഹാങ് ഓൺ വൺസ് ലിപ്സ് എന്ന് പറയാൻ പറ്റും. ഹാങ് ഓൺ വൺസ് ലിപ്സ്, വളരെ ചെവി കൂർപ്പിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കും നമുക്ക് പറയാം. ഹാങ് ഓൺ വൺസ് ലിപ്സ്, ലിസൺ ഈഗർലി ഓഫ് വൺസ് വേർഡ്സ്. ഓക്കെ, എ മാൻ ഓഫ് ഹിസ് വേർഡ്സ്. എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എ ട്രൂത്ത്ഫുൾ, ട്രസ്റ്റ്വർത്തി ഓർ റിലയബിൾ പേഴ്സൺ, അതായത് വാക്ക് പാലിക്കുന്ന ആളെയാണ് എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്ന് പറയുന്നത്. വാക്ക് പാലിക്കുന്നവനെ എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്ന് പറയും. എന്നാൽ അതൊരു സ്ത്രീ ആണെങ്കിൽ എ വുമൻ ഓഫ് ഹെർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ മതി. എ മാൻ വുമൺ ആക്കിയാൽ മതി, ഹിസ് ഹെർ ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് പറയുക, മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവൻ. അടുത്തത് കീപ് ദ വോൾഫ് ഫ്രം ദ ഡോർ. വോൾഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്നായെ ഡോറിന് പുറത്ത് നിർത്തുക, വാതിലിന് പുറത്താക്കുക എന്നല്ല യഥാർത്ഥത്തിൽ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. ടു ഹാവ് ജസ്റ്റ് ഇനഫ് മണി ടു ബി ഏബിൾ ടു ഈറ്റ് ആൻഡ് ലിവ്, അതായത് ദാരിദ്ര്യം അകറ്റി നിർത്തുക, പട്ടിണിയെ അകറ്റി നിർത്തി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. കീപ് ദ വോൾഫ് ഫ്രം ദ ഡോർ. ഇവിടെ വോൾഫിനെ വേണമെങ്കിൽ നമുക്ക് പട്ടിണിയോട് ഉപമിക്കാം. അപ്പോൾ കീപ് ദ വോൾഫ് ഫ്രം ദ ഡോർ എന്ന് പറഞ്ഞാൽ ഇവിടെ വോൾഫിനെ അല്ല നമ്മൾ പുറത്തു നിർത്തുന്നത്, പട്ടിണിയെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പട്ടിണിയെ അകറ്റി നിർത്തി തൽക്കാലം ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിച്ച് കഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം കീപ് ദ വോൾ ഫ്രം ദ ഡോർ. അപ്പോൾ കീപ് ദ വോൾ ഫ്രം ദ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ മലയാളം ദാരിദ്ര്യം അകറ്റി നിർത്തുക എന്നാണ്. ടു ഹാവ് ജസ്റ്റ് ഇനഫ് മണി ടു ബി ഏബിൾ ടു ഈറ്റ് ആൻഡ് ലിവ്, ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രമുള്ള പണം ഉണ്ടാവുക. അതായത് കീപ് ദ വോൾ ഫ്രം ദ ഡോർ, ദാരിദ്ര്യം അകറ്റി നിർത്തുക, പട്ടിണി ഇല്ലാതെയാക്കുക, പട്ടിണി ഇല്ലാതെയാക്കി താൽക്കാലികമായി കഷ്ടിച്ച് ജീവിച്ചു പോവുക. ഓക്കെ, അടുത്ത ഇഡിയത്തിലേക്ക് നമുക്ക് പോകാം. വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. ഓക്കെ, അപ്പോൾ വോൾഫ് വെച്ചിട്ട് മറ്റൊരു ഇഡിയം കൂടി ഇതാ. വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്, അതായത് ഹിപ്പോക്രൈറ്റ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്ത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായി. ആട്ടിൻ തോലിട്ട ചെന്നായി, അതായത് കപടവേഷധാരിയായിട്ട് നടക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന മലയാളത്തിലെ പ്രയോഗത്തിന് തുല്യമായിട്ടുള്ള കപടവേഷധാരിയായ ആളുകളെ വോൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറയാം. അടുത്തത് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്. അറ്റ് വൺസ് വിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസിൽഡ്, അതായത് അന്താളിച്ച് നിൽക്കുന്ന, സംശയിച്ച് നിൽക്കുന്ന അവസ്ഥയെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്, പസിൽഡ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇഡിയം ടു പ്ലേ ദ സെക്കൻഡ് ഫിഡിൽ, ടു വർക്ക് ഇൻ എ സബോർഡിനേറ്റ് പൊസിഷൻ. അതായത് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുക. അപ്പോൾ ഒരാളുടെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ടു പ്ലേ ദ സെക്കൻഡ് ഫിഡിൽ എന്ന് പറയാം. ടു വർക്ക് ഇൻ എ സബോർഡിനേറ്റ് പൊസിഷൻ, അപ്പോൾ മറ്റൊരു വ്യക്തിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നതിന് ടു പ്ലേ ദ സെക്കൻഡ് ഫിഡിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഐ എം റിയലി ഫെഡ് ഓഫ്, അല്ലെങ്കിൽ ഐ എം റിയലി സിക്ക് ഓഫ് പ്ലേയിങ് ദ സെക്കൻഡ് ഫിഡിൽ ഓഫ് ദിസ് മാൻ. ഈ വ്യക്തിയുടെ, ഈ മനുഷ്യൻ്റെ ഒരു ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിച്ച് ഞാൻ മടുത്തു എന്നർത്ഥത്തിൽ. അപ്പോൾ ടു പ്ലേ ദ സെക്കൻഡ് ഫിഡിൽ എന്ന് പറഞ്ഞാൽ ടു വാക്ക് ഇൻ എ സബോർഡിനേറ്റ് പൊസിഷൻ, ഒരു വ്യക്തിയുടെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുക എന്നാണ് ടു പ്ലേ ദ സെക്കൻഡ് ഫിഡിൽ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. അറ്റ് വൺസ് ഫിംഗേഴ്സ് ടിപ്സ്. അറ്റ് വൺസ് ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ അകലത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ഫിംഗർ ടിപ്സിൻ്റെ അഗ്രത്തിൽ എന്ന അർത്ഥത്തിൽ, അതെല്ലാം നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു നോ തെറോലി,
അതായത് ഒരു മേഖലയിൽ വളരെ വ്യക്തമായിട്ടുള്ള അറിവുണ്ട് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായി അറിയാം എന്നർത്ഥത്തിൽ നമ്മൾ അഡ്വാൻസ് ഫിംഗർ ടിപ്സ് എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. എന്തായാലും വിരൽ തുമ്പിൽ എന്ന അർത്ഥത്തിൽ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. മലയാളത്തിൽ വിരൽ തുമ്പിൽ എന്ന് പ്രയോഗിക്കുന്ന പ്രയോഗത്തിന് തുല്യമായിട്ടുള്ള ഇഡിയമാണ് അഡ്വാൻസ് ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്രം ഹാൻഡ് ടു മൗത്ത് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി, അതായത് വളരെ പ്രതിസന്ധിയോടുകൂടി, വളരെ ബുദ്ധിമുട്ടോടുകൂടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഫ്രം ഹാൻഡ് ടു മൗത്ത് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. ടു വാഷ് വൺസ് ഹാൻഡ് ഓഫ്, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കൈ കഴുകുക എന്ന് പറയും. അപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനെ ഹാവ് നത്തിങ് ടു ഡു, അതായത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനെ, കൈ കഴുകുന്നതിനെ ടു വാഷ് വൺസ് ഹാൻഡ് ഓഫ്. അപ്പോൾ വാഷ് വൺസ് ഹാൻഡ് എന്ന് കൈ, സാധാരണ കൈയല്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, നമ്മുടെ കടമയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ നമ്മുടെ കടമയിൽ നിന്ന്, നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ടു വാഷ് വൺസ് ഹാൻഡ് ഓഫ്. വാഷ് വൺസ് ഹാൻഡ് ഓഫ് എന്ന് പറയും ഹാവ് നത്തിങ് ടു ഡു. ഐ വാഷ് മൈ ഹാൻഡ് ഓഫ് ഇറ്റ്, ഞാൻ ഇതിൽ നിന്ന്, അതായത് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. ഐ വാഷ്ഡ് മൈ ഹാൻഡ് ഓഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കേരള PSC ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ചോദിക്കുന്ന ഇഡിയംസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട്, വളരെ കോംപ്രഹെൻസീവായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവശ്യക്കാരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. See you. Bye bye.